حضرة سيدنا مصطفى محمد صلى الله عليه وسلم وشيخنا تقي الدين محمد الدارمي القادري قدس الله سره، سيدنا عمر الفاروق السيد عمر الفاروق قدس الله سره، وجميع مشايخنا واساتذتنا واستاذنا الاساتذة رضي الله عنهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. عدد معلومات الله، عدد ما في علم الله وعلم رسول الله، وزنة ما في علم الله وعلم رسول الله، عدد حسنات جميع الأنبياء والمرسلين. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد. وروى ابن ماجه الترمذي مرفوعا وقال حديث حسن: من أحيا سنة من سنتي قد أميتت بعدي كان له من الأجر مثل من عمل بها من غير أن ينقص ذلك من أجورهم شيء. ومن ابتدع بدعة ضلالة لا يرضاها الله ورسوله كان عليه مثل آثام من عمل بها لا ينقص ذلك من أوزار الناس شيء. من أحيا سنة من سنتي, എൻ്റെ ചര്യകളിൽ നിന്നും ഒരു ചര്യയെ ആരെങ്കിലും ജീവിപ്പിച്ചാൽ, ജീവിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ മരിച്ചെടുക്കാന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ആയിരിക്കും അതിൻ്റെ അർത്ഥം. കതു ഉമീറ്റത്ത് ബാധി, അതാ നടക്കുന്ന. അതിനുശേഷം എനിക്ക് ശേഷം അതിനെ മരിപ്പിക്കപ്പെട്ടു പോയി. അങ്ങനത്തേതായ സുന്നത്തിനെ ആരെങ്കിലും ജീവിപ്പിച്ചാൽ കാനലഹു അവനുണ്ടാകും മിനൽ അജ്രി കൂലിയാൽ മിഥുലുമൻ അമിലബിഹ, മിഥുലുമൻ ഒരുവനെ പോലെ തന്നെ അമിലബിഹ സുന്നത്ത് കൊണ്ട് ജോലിയെ പ്രവർത്തിച്ചവന്റെ കൂലി തന്നെ ഇവനും കിട്ടും. മിൻ ഗൈരി യൻഖുസ ദാലിക മിൻ ഉജൂരിഹിം ശൈഉൻ, അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പ്രവർത്തനത്തിന്റെ കൂലിയിൽ നിന്നും ഒന്നും ചുരുങ്ങാതെ തന്നെ എല്ലാവർക്കും പ്രതിഫലം കിട്ടും. ഇനി വമൻ ഇബ്തദഅ ബിദ്അത്തൻ ദലാലത്തിൻ, ഒരു പ്ലസ് പോയിന്റ് വരുമ്പോൾ ഒരു മൈനസ് പോയിന്റ് എൻ്റെ അപ്പുറത്തുണ്ടാകും. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാം പടച്ചിട്ടില്ലേ? ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചിട്ടു, പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഇബ്ലീസിനെയും പടച്ചിട്ടു. അപ്പൊ നല്ലത് എവരുണ്ടെങ്കിലും അതിന്റെ ഓപ്പോസിറ്റിൽ എന്തുണ്ടാകും? ഒരു തിന്മയുണ്ടാകും, ഒരു മോശത്തരം ഉണ്ടാകും. ഓപ്പോസിറ്റിൽ മോശത്തരം ഇല്ലെങ്കിൽ ഇത് നന്മയാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും പറഞ്ഞു. നബി തങ്ങൾ വലിയ ബലീഗായതുകൊണ്ട്, സാഹിത്യം അറിയുന്ന ആളായതുകൊണ്ടും, അർത്ഥപുഷ്ടിയുള്ള ആളായതുകൊണ്ടും, ബലാഗത്തിന്റെ ആളായതുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമ്, ആ ഇൽമിനെ സംബന്ധിച്ചുകൊണ്ട് വർണ്ണിക്കാൻ നമുക്ക് പറ്റില്ല. മഹാനായ ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞില്ലേ, വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി, അല്ലാഹ് തങ്ങളെ ഇൽമിൽ നിന്നും ഒരൽപ്പമാണ്. വമിൻ ഉലൂമിക മിൻ ബഇൽ വബയ്യിൻ വബ്തദി വംകിന എന്നൊക്കെ പറഞ്ഞ അൽഫയിലേക്ക് പറയുന്നുണ്ട്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമിന്റെ ഒരൽപ്പമാണ്. എന്ത്? ലൗഹിന്റെയും കലമിന്റെയും എല്ലാ ഇൽമും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഭയങ്കരമായ ഇൽമിന്റെ ഉടമയാണെന്ന് പറയുന്നത്. അത് ഈ മനുഷ്യന്മാർക്ക് തിരിയില്ല. സാധാരണ മനുഷ്യനാന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തള്ളിക്കളയും. വഅല്ലമക മാ ലം തകുൻ തഅലം, തങ്ങൾ അറിയാത്ത ഒന്നെല്ലാം തങ്ങൾക്ക് പഠിപ്പിച്ചു വിട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ, അല്ലാഹുവിന്റെ ഔദാര്യം തങ്ങളുടെ മേൽ വലുതായിരുന്നു. വഅല്ലമക മാ ലം തകുൻ തഅലം. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമ് അങ്ങനെയാണ്. നബി തങ്ങളുടെ ഇൽമിന്റെ ഒരൽപ്പമാണ് ഏത്? ലൗഹിലെയും കലമിലെയും സർവത്തിലെയും ഇൽമ് അല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു വിഷയം പറഞ്ഞു, നമ്മൾ നോക്കും മന്നയ്യാ സുന്നത്തിനെ പറഞ്ഞുള്ളൂ, അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞില്ല, അതിന്റെ എതിര് പറഞ്ഞില്ല നമ്മൾ വിചാരിക്കണ്ട. അതുകൊണ്ടാണ് ഇമാം മഹാനായ അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ആ പ്ലസ് പോയിന്റ് പറഞ്ഞതിന് ശേഷം മൈനസ് പോയിന്റ് ഉടനെ കൊണ്ടുവരും. അത് സാധാരണ ഉള്ളതാണ്. ഖുർആൻ ഷരീഫിൽ അങ്ങനെ പറയും. നരകത്തിനെ പറ്റി, സ്വർഗത്തിനെ പറ്റി പറയുമ്പോൾ ഉടനെ നരകത്തിനെ പറ്റി പറയും. സ്വാലിഹ്യങ്ങളെ പറ്റി പറയുമ്പോൾ ഉടനെ എന്ത് ചെയ്യും? ത്വാലിഹ്യങ്ങളെ, ഫാജിരിയങ്ങളെ പറ്റി പറയും. അത് ഖുർആന്റെയും ഹദീസിന്റെയും എല്ലാ ശൈലികളാണ്. ومن ابتدع بدعة ضلالة വഴികേടാകുന്ന പുതിയ ഒന്നിനെ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, ഈ പുതിയതാകുമ്പോഴത് വഴികേടായി പോകുന്നത്.
കുല്ലു ജദീദിൻ ലദീദ് എന്ന ഏതൊരു പുതിയതിന് ഇതൊരു താൽക്കാലിക സുഖം ഉണ്ടാവുന്ന. അപ്പൊ അതിന്റെ പിന്നാലെ നമ്മൾ പോകണ്ടെന്ന് മേന. ലാ യർളാഹു അല്ലാഹു വ റസൂലുഹു, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും തൃപ്തിപ്പെടാത്തതായ ബിദ്അത്ത്, അനാചാരം. അനാചാരം എന്ന് പറഞ്ഞാൽ മുമ്പുള്ള ഒന്നും ഇല്ലാത്തത്. മുമ്പുള്ള ഒന്നും ഇല്ലാത്തത് പല മേനയ്ക്കും ഉണ്ട്. അതുകൊണ്ട് മഹാനോറുകൾ പറഞ്ഞ ലാ യർളാഹ അല്ലാഹു വ റസൂലുഹു, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും തൃപ്തിപ്പെടാത്തതായ ബിദ്അത്ത്. അവ തൃപ്തിപ്പെടുന്ന ബിദ്അത്ത് ഉണ്ടെന്ന് മനസ്സിലായി. ബിദ്അത്ത് 5 കോലമാണുള്ളത്. അതൊക്കെ ഇനി വിശദീകരിക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ബിദ്അത്ത് 5 കോലം മഹാനായ ഇമാം ഇസ്സുദ്ദീൻ അബ്ദുസ്സലാമൊക്കെ ബിദ്അത്തിനെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഇതേപോലെ ദർസെടുക്കല്, അതേപ്രകാരം ഈ വാട്സപ്പിൽ കൂടെയൊക്കെ ദർസെടുക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തൊന്നും ഇല്ല. അപ്പൊ അതൊരു ബിദ്അത്താണ്. പക്ഷെ ആ ബിദ്അത്ത് എന്താണ്? അത് ഇർളാഹു അല്ലാഹു ആണ്. അല്ലാഹു തആല നമ്മളെ ദർസും തൃപ്തിപ്പെടട്ടെ. അപ്പൊ നമ്മളെ ദീനീ പ്രബോധനം ഇപ്പം പഴയ കാലത്ത് പോലെയല്ല, ഇപ്പൊ ഹൈടെക് യുഗമാണ്. അപ്പൊ ആ യുഗമനുസരിച്ച് ദീനീ പ്രബോധനവും നടക്കട്ടെ. ഈ ഇൽമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നത് മോശം. നമുക്കത് അറിയാമയത്തോണ്ടാണ്. തങ്ങളെ പറ്റിയിട്ട് തങ്ങൾ ഇതിനെ സംബന്ധിച്ചുകൊണ്ടെല്ലാം വളരെ വിശദീകരിച്ചുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. അപ്പം ലാ യർളാഹു അല്ലാഹു എന്ന വിശേഷണം കൊടുക്കുമ്പം ഇർളാഹു അല്ലാഹു എന്നത് വിശേഷണം വേറൊന്നുണ്ട്. അള്ളാഹു തൃപ്തിപ്പെടുന്നതായ വിധേയത്ത്. ഇപ്പൊ മദ്രസ രംഗങ്ങൾ, മദ്രസ ഇതേപോലുള്ള മദ്രസ കെട്ടലും ബോർഡ് തീരുമാനിക്കലും അങ്ങനൊന്നും ഇല്ലല്ലോ. ഇപ്പൊ സുന്നി ബോർഡ് മദ്രസ നമ്മളുണ്ടാക്കി, വേറെ പലർക്കൂടെ ദക്ഷിണ അജ്മയത്തിലും എനിക്ക് മദ്രസയുണ്ട്, മറ്റവർക്ക് മദ്രസ ഉണ്ട്, എല്ലാവർക്കും മദ്രസയൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഇതൊരു പോലെ അന്നില്ലല്ലോ. പക്ഷെ അന്ന് എന്തുണ്ട്? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽമു പഠിപ്പിക്കുക എന്നൊരു വിഷയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോഴും മദീന ശരീഫിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റില്ല. റൗള ശരീഫിന്റെ ബാക്കിലായിക്കൊണ്ട് സുഫത്ത്, അഹ്ലു സുഫ ഇരുന്ന സ്ഥലം. അവിടെ മുജാഹിദീങ്ങളുടെ ഭരണം വന്നപ്പോ പൊളിക്കാനൊക്കെ നോക്കിയപ്പോ ആൾക്കാർ പൊളിക്കാൻ സമ്മതിച്ചില്ല, വലിയ വലിയ സ്വാലിഹ്യങ്ങളൊന്നും. അപ്പൊ അത് ചരിത്രപരമാണ്. അപ്പൊ ഇൽമിന്റെ തുടക്കം മുതലുണ്ട്. അബുത്തദീവംകിന എന്ന് പറഞ്ഞ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അൽഫി പറഞ്ഞ ഇബ്തിദാ, തുടക്കം അവിടെ നിന്നുണ്ട്. പിന്നെ ആ തുടക്കം എന്ത് ചെയ്തതാണ്? അത് വളരെ വിശദീകരിച്ചു വന്നതാണ്, അത് വിപുലീകരിച്ചതാണ്. അപ്പൊ ആ വിപുലീകരണത്തിന് എന്തില്ല, കുഴപ്പമില്ല. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും തൃപ്തിപ്പെടാത്ത എന്നതിന്റെ അർത്ഥമാകുന്നത് ലാ യശ്ഹദു ലാ കിതാബൻ വലാ സുന്നത്തൻ ബിസ്സിഹ, യഥാർത്ഥമായ സഹീഹായ ഹദീസോ കിതാബുകളോ ഒന്നുമില്ലാതെ അതിന് സാക്ഷിയാകുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും റസൂലുള്ളാഹിനെ തന്നെ മുന്നിൽ കാണണം. റസൂലുള്ളാഹി ചെയ്തതാകണം, പറഞ്ഞതാകണം, പ്രവർത്തിച്ചതാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അങ്ങനെയാണ്. ഒന്നുകിൽ തങ്ങളുടെ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ തങ്ങളുടെ വാക്കാണ്, അല്ലെങ്കിൽ തങ്ങളുടേതായ അംഗീകാരമാണ്. ഈ മൂന്നും ഉണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഷെയ്ഖിനെ പറഞ്ഞെടുത്ത് പറഞ്ഞു, മുരീദിനെ പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞു, ഏതൊരു വിഷയം നീ ചെയ്യുമ്പോഴും റസൂലുള്ളാഹിനെ നീ കാണണേ. റസൂലുള്ളാഹിനെ കാണണമെന്ന് പറഞ്ഞാല് ഇങ്ങനെ ലാഹിറിൽ കാണുമെന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ പറഞ്ഞല്ലോ, ലാഹിറിൽ കാണുക എന്നല്ല അതിന്റെ മാന നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ആ പ്രവർത്തനത്തിൽ, ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനം ഇത് റസൂലുള്ളാഹി തൃപ്തിപ്പെടുന്നതാണോ, റസൂലുള്ളാഹിന്റെ ഹദീസിലുള്ളതാണോ എന്ന് മനസ്സിലാക്കുക എന്നതാണ്. എന്നിട്ട് ഈ നന്മയ്ക്കുണ്ട് ഖസാഇന, ഒരുപാട് ഖജനാവുകളുണ്ട്. വലിതിൽക്കൽ ഖസാഇനി മഫാത്തിഹു, ആ ഖജനാവുകൾക്ക് ഒരുപാട് താക്കോലുകളുണ്ട്. ഫതൂബാ ലി അബ്ദിൻ, സർവ്വവിധമായ സന്തോഷവും ഒരു ദാസനാണ്. ജഅലഹുല്ലാഹു, അല്ലാഹു അവനെ അങ്ങാക്കിയേ, മിഫ്താഹൻ ലിൽ ഖൈർ, നന്മയുടെ താക്കോലാക്കി, മിഗ്ലാഖൻ ലിശ്ശർരി, തിന്മയെ അടയ്ക്കുന്നതും ആക്കി. നമ്മളെ ഉസ്താദുമാർക്ക് എത്രങ്ങാനും നന്മയുള്ളത്. ഫതൂബാ ലി അബ്ദിൻ, ഒരു ദാസനാണ് അല്ലാഹു സർവ്വവിധമായ സന്തോഷവും കൊടുക്കുന്നതെന്ന. അത് ദുന്യവിയൻ ഉഖറവിയൻ സന്തോഷം, ഭയങ്കര സന്തോഷം. നമ്മളെ ശൈഖുനായിക്കൊക്കെ നല്ലോണം സന്തോഷം ഉണ്ടാവും. കാരണം ഒരുപാട് ഖൈറാത്തിന്റെ ബാബുകൾ തുറന്നിട്ടാണ് അവർ പോയത്. എത്രയോ ഷറിന്റെ ബാബുകൾ അടച്ചിട്ടാണ് പോയത്. മഹാനായ ശൈഖുന ഞങ്ങൾ തെക്കൻ കേരളത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, തഖീദ്ദീൻ മുഹമ്മദ് ദാരിമി എന്ന് പറയുന്ന ശൈഖുന നമ്മൾ തെക്കൻ കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് മൗലൂദിന്റെ
ഈരടികളും അതേപ്രകാരം തന്നെ ബുറുദകളും അതേപ്രകാരം തന്നെ ദിക്റിന്റെ മജ്ലിസുകളും മഹാനോലുകൾ തെക്കൻ കേരളത്തിലേക്ക് വന്നതിന് ശേഷമാണ് അതിൻ്റെ ഒരു ഇന്തിഷാറും നേരത്തെ ഇല്ല എന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കല്ലോ. അങ്ങനെ ആരും മനസ്സിലാക്കളല്ലോ. അപ്പോൾ പണ്ടുള്ള ആലിമകളോട് ജീവിച്ചു പോയില്ലോ ചോദിച്ചാളല്ലോ. അതിനുള്ളതായ ഒരു ഭയങ്കരമായ ഒരു ആവേശം ജനഹൃദയങ്ങളിൽ എന്ന് മാത്രമല്ല നല്ല ചെറുപ്പക്കാരായ കുട്ടികളുടെ ഹൃദയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്ത്, നബി തങ്ങളുടെ മൗലിദിന്റെ മഹബത്ത്, മർഹബയും മൗലിദും യാസീനും ദിക്ർ ഹൽഖയും സർവ്വതും അതിനൊരു പ്രത്യേകമായ ഒരു ഉന്മേഷം, ഒരു സടകുടഞ്ഞെഴുന്നേക്കൽ മഹാനായ ശൈഖുനാന്റെ രംഗപ്രവേശനം കൊണ്ടുണ്ടായിട്ടുണ്ട്. ശൈഖുന വഴിയായിട്ട് എത്ര പേരാണ് സുബ്ഹാനല്ലാഹ് ഖൈറിന്റെ ബാബുകൾ, ഖൈറിന്റെ താക്കോലായിരുന്നു നമ്മുടെ ശൈഖുന. ഷർറിന്റെ താക്കോലിന്, ഷർറിനെ പൂട്ടുന്ന താക്കോലായിരുന്നു നമ്മുടെ ശൈഖുന. ശൈഖുനായെ കൊണ്ട് നന്നായവർ എത്ര ചെറുപ്പക്കാരാണ്, എത്ര കള്ളുകൂടിയന്മാർ, എത്ര തെമ്മാടികൾ, അവരെ കൊണ്ട് നന്നായി. ഫതൂബാ ലിഅബ്ദിൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ വമിഗ്ലാഖൻ ലിശ്ശർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖുന ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലമുള്ളതാക്കി കൊടുക്കുമാറാകട്ടെ. ഉഖില അലൈനൽ അഖ്ദുൽ ആമു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നുദുമിന മുതാലഅത കുതുബിൽ ഇൽമി وتعليمه للناس ليلا ونهارا مع العبادات المؤقتة والحوائج الضرورية. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്നും പൊതുവായ കരാർ നമ്മൾ നിന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അന്നുദുമിന, നാം എന്നെന്നും നിരന്തരമാക്കണം. മുതാലഅത കുതുബിൽ ഇൽമി, ഇൽമിന്റെ കിതാബുകൾ എന്തു ചെയ്യുന്നതിന്, നോക്കി മനസ്സിലാക്കുന്നതിന്, വതഅലീമിഹി ലിന്നാസി, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനും, ലൈലൻ വനഹാറൻ, രാത്രിയെന്നോ പകലെന്നോ ഇല്ല, മഅദൽ ഇബാദാത്തിൽ മുഅഖ്ഖത, സമയം നിർണയിക്കപ്പെട്ട ഫർദ് നിസ്കാരങ്ങൾ, അതിനോട് തുടർന്നുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, വൽ ഹവായിജ് ദറൂരിയ, വളരെ അത്യന്താപേക്ഷിതമായ സമയങ്ങളും കഴിച്ചാൽ, ലൈലൻ വനഹാറൻ, ജനങ്ങൾക്ക് ഇൽമിനെ പഠിപ്പിച്ചു കൊടുക്കുക, ഇൽമിന്റെ കിതാബുകൾ നോക്കി മനസ്സിലാക്കുക എന്നത്, അതിനെ നിരന്തരമാക്കുക എന്നൊരു കരാറ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗത്ത് നിന്നും പൊതുവായൊരു ഉടമ്പടി നമ്മളിൽ നിന്നും പിടിക്കപ്പെട്ടു പോയേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൽമിനെ സംബന്ധിച്ചുകൊണ്ടാണ്. ഇൽമ് എന്ത് ചെയ്യണം? കിതാബ് മുത്താല, മഹത്തുക്കളായ സാലിഹ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് കിതാബ് മുത്താല ചെയ്യുക, അതിനെ നോക്കുക, നോക്കി മനസ്സിലാക്കുക, ജനങ്ങൾക്ക് പഠിപ്പിക്കുക. ലൈലൻ വനഹാറൻ, രാവും പകലും പഠിപ്പിക്കുക തന്നെ. മഅദൽ ഇബാദാത്തിൽ മുഅഖ്ഖത, സമയം നിർണയിക്കപ്പെട്ട നിസ്കാരവും, വൽ ഹവായിജ് ദറൂരിയത, വളരെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളുമല്ലാത്ത എല്ലാ സമയത്തും പഠിപ്പിക്കുക തന്നെ. അതിന് തെളിവെന്നോണം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയം പറയുകയും ചെയ്തു. അന്ന തലബൽ ഇൽമി അലാ വജ്ഹിൽ ഇഖ്ലാസ് അഫ്ളലു മിൻ സ്വലാത്തിൻ നാഫിലത്തി. സുന്നത്ത് നിസ്കാരങ്ങളെക്കാളെല്ലാം അഫ്ളലാണ്. മുത്തലഖ് സുന്നത്ത് നിസ്കാരമാണ്. റവാത്തിബൊന്നും അതിനകത്ത് പെടുമെന്ന് എനിക്കറിയില്ല. റവാത്തിബ് സുന്നത്തിനെ നമ്മൾ പരിഗണിക്കണമല്ലോ, എന്നാലേ ആ ഫർദിന്റെ പൂർത്തീകരണം വരുത്തുള്ളൂ. മുത്തലഖ് സുന്നത്ത് നിസ്കാരങ്ങളെക്കാൾ ഏറ്റവും അഫ്ളലാണ് ഇഖ്ലാസായ, അലാ വജ്ഹിൽ ഇഖ്ലാസ്, ഇൽമിനെ പഠിക്കലും പഠിപ്പിക്കലും എല്ലാം. അത് ഞമ്മക്ക് ഓർമ്മ വരുമ്പോൾ ഇപ്പം മഹാനായ ഓക്കെ ഉസ്താദ്, അള്ളാഹു അടുത്ത് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, ചാലിയത്ത് പള്ളിയിൽ ദർസെടുക്കുന്ന ഒരവസരത്തിൽ മഹാനായ നമ്മളെ വടകര മുഹമ്മദാജി പാപ്പ അവിടെ വന്നു. അപ്പോൾ അവിടെ വന്നപ്പം ഷെയ്ഖിനോട് വലിയ ഇഷ്ടമുള്ള ആളാണ്, പൊരുത്തമുള്ള ആളാണ്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര പൊരുത്തമുള്ളവരാണ്, തമ്മിൽ ഭയങ്കര സ്നേഹമുള്ളവരാണ്. നമുക്കൊക്കെ ഞങ്ങളെ ഗ്രൂപ്പിൽ അശ്വനി ആ സമയത്ത് ഞങ്ങൾക്ക് വസ്ത്രം തന്നത്, തലയെക്കെട്ടൊക്കെ തന്നത് നമ്മളെ ഈ ഉസ്താദാണ്. അല്ല, നമ്മളെ പിന്നെ ആരാണ് ഇപ്പൊ പറഞ്ഞ ആളുടെ പേര് മറന്നുപോയി. വടകര മുഹമ്മദാജി പാപ്പാണ്. വളരെ വലിയ ഷെയ്ഖാണ് അവർ, ഷാദരിയ തരീഖത്തിന്റെ ഒക്കെ വലിയ ഷെയ്ഖാണ്.
അങ്ങനെ ചാലിയം പള്ളി വന്ന് രാവിലെ ഷെയ്ഖുന ദർസിനിരുന്നു. ഷെയ്ഖുന ദർസിനിരുന്നോന്നറിയില്ല. അപ്പൊ ഷെയ്ഖിനോട് പറഞ്ഞു, ഞാൻ വന്നത് ഖിദർ നബി അലൈഹിസ്സലാം കടപ്പുറത്ത് വരാമെന്ന് പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ കാണാൻ വേണ്ടി വന്നതാ, നിങ്ങൾ വരുന്നോന്ന് ചോദിച്ചു. അപ്പൊ ഷെയ്ഖിനെ പറഞ്ഞ മറുപടി, സുബ്ഹാനല്ലാഹ്, ഈ കാലഘട്ടത്തിലെ ആലിമീങ്ങളും മുദ്രിസമാരും മുത്തഅല്ലിമീങ്ങളും എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ഷെയ്ഖിനെ പറഞ്ഞ മറുപടി, എനിക്ക് ഇവിടെ പഠിപ്പിക്കാനുണ്ട്, ദർസുണ്ട്, ഞാനിപ്പം വരുന്നില്ല എന്ന. മാഷാ അല്ലാഹ്. ഖിദർ നബി അലൈഹിസ്സലാമിനെ കാണാൻ വേണ്ടി പോകാൻ വിളിച്ചപ്പോൾ ഷെയ്ഖിനെ പറഞ്ഞ മറുപടിയാണ്, എനിക്ക് ദർസുണ്ട്, ഇപ്പം വരുന്നില്ല എന്ന്. അപ്പൊ അത്രത്തോളം പ്രാമുഖ്യം കൊടുത്ത വലിയ മഹാനവറുകൾ ഇൽമിന് വേണ്ടിയിട്ട്. നമ്മളാണെങ്കിലോ ഖിദർ നബി അലൈഹിസ്സലാം വരുന്നത് നമ്മൾ 2 ആഴ്ച മുമ്പ് പോകും, ദർസെല്ലാം മുടക്കിയിട്ട്. അതാണിപ്പോൾ അതിനകത്തുള്ളത്. അപ്പൊ അള്ളാഹു അവരുടെ എല്ലാം ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പക്ഷെ അങ്ങനത്തെ ഖിദർ നബി അലൈഹിസ്സലാമിനെ പിന്നെ മഹാനായ ശൈഖുന കാണുന്നത് എവിടെ വെച്ചാന്നറിയോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിലാണ് കാണുന്നത്. 100 ദീനാർ 100 ദിർഹം 100 റിയാൽ എടുത്തു കൊടുത്തു ശൈഖുനക്ക് ഖിദർ നബി അലൈഹിസ്സലാം. അത് ഖിദർ നബി അലൈഹിസ്സലാമാണെന്ന് അറിഞ്ഞത് പിന്നെ ഇവിടെ വന്നിട്ട് വലിയൊരു കശ്ഫിന്റെ ആലിമിന്റെ പേര് എനിക്കറിയില്ല, ഓരെ പോയി കണ്ടപ്പോഴാണ് ഷെയ്ഖിനോട് പറഞ്ഞത്, ഖിദർ നബി അലൈഹിസ്സലാം പൈസ എന്ന ആളാണല്ലോ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് അതിന്റെ വിശദീകരണം എന്നാണ് എൻ്റെ അടുക്കലുള്ള അറിവ്. ഇനി ഗ്രൂപ്പിൽ കേൾക്കുന്ന വേറെ വല്ല മൂത്ത ആശനിമാരെല്ലാം ഉണ്ടെങ്കിൽ അതിന്റെ വിശദീകരണം പറഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അറിയാവുന്ന ആരും പറഞ്ഞാലും മതി. അപ്പം സുന്നത്ത് നിസ്കാരത്തിനേക്കാൾ ഏറ്റവും അഫ്ളലാണ് എന്ത്? ഇൽമ് അലാ വജ്ഹിൽ ഇഖ്ലാസ്, ഇൽമിനെ തേടലും ഇൽമിനെ പഠിപ്പിക്കലും എല്ലാം എന്ന്. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മളെ കാലഘട്ടത്തിൽ കണ്ടില്ലേ, തബ്ലീഗ് ജമാഅത്ത് മഞ്ഞൾ കൂട്ടിലങ്ങ് പരത്താൻ വേണ്ടിയിട്ട്. ഇൽമ അറിയില്ല, മതത്തിന്റെ നിയമങ്ങൾ അറിയില്ല, പുസ്തകം വായിച്ചുകൊണ്ട് നടക്കുക. അള്ളാഹു അങ്ങനെയുള്ള ശറിനെ തൊട്ടനെ നമ്മളെ കാക്കട്ടെ. വഅലം അന്ന ശാരിഅ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ നഫഅൽ ഇബാദാത്തിൽ മുതഫാദില ഫിൽ അജ്ർ ഇല്ലാ ലിൽമി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹുസൂലിൽ മലലി ലിൽ ആമിലീന വലൗ ഫിൽ ഉമൂരിൽ. അവ ഇബാദത്തുകളെ അങ്ങനെ പല വിഭാഗം പല ഐറ്റംസ് ആയിട്ട് തിരിച്ചത് എന്തുകൊണ്ടാണ്? മലലുണ്ടാകും എന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. വലൗ ഫിൽ ഉമൂരിൽ വാജിബയിലായാൽ തന്നെ ഇദാ ഹസലൽ മലലു ഫീഹാ ഇൻഖലബു ഇലാ വാജിബിൻ ആഖറ, അങ്ങനെ മലലുണ്ടാവും, വേറൊരു വാജിബിലേക്ക് തിരിയും. അവ ഇലാ ദാലിക്കൽ അംറിൽ മഫ്ദൂൽ, അല്ലെങ്കിൽ ഇത് മറ്റേ താന്ന കാര്യത്തിലേക്ക് തന്നെ തിരിയും, വേറെ ഒരു മഫ്ദൂലായ വിഷയത്തിലേക്ക് തിരിയും. ഫഇദാ ഹസൽ മലലു മിൻഹു കദാലിക ഇൻഖലബു ലിമഫ്ദൂലിൻ ആഖറ ഔ ഫാദിലിൻ ഔ അഫ്ളല. അങ്ങനെ മലലുണ്ടാകുമ്പോൾ സാഹചര്യം അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? മറ്റുള്ള വിഭാഗത്തിലേക്ക് തിരിയുക. അതൊക്കെ നല്ലതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴങ്ങനെയല്ല, എന്നും ഒരു ജാതി ഭക്ഷണം കഴിക്കുക, അതൊരു തുമ്പില്ലാതെ വരുമ്പോൾ അതിനൊരു ലദ്ദത്ത് വരുന്നില്ല. നമ്മളെ ഭൗതികമായ കാര്യം നോക്കിയാൽ തന്നെ. ഉഖറവിയായ കാര്യവും അങ്ങനെ തന്നെയാണ് ആ വിഷയത്തിൽ. അതുകൊണ്ട് ആ ഫാദിലേക്കോ മാലം മജ്ദൂം ഫീ നുഫൂസിഹിം മലനൻ ഫീ, അതിൽ മലനെത്തിക്കാതിരിക്കുന്ന കാലത്തോളം. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലായി മഅ്മൂറാത്തായ വിഷയങ്ങൾ അങ്ങനെ തനവുആയി എന്ന കാരണത്താൽ, പല ഐറ്റങ്ങളായി എന്ന കാരണം കൊണ്ട് തന്നെ എന്തായത് പല ഐറ്റമായത് ഒരു വിഷയത്തിൽ തന്നെ, ഒന്നിൽ തന്നെ നമ്മളങ്ങ് നിലകൃതിയായാൽ അതിലെന്തുണ്ടാകും? ഒരു ശാരീരിക മാനസികമായ ഒരു മടി, എല്ലാം പറയാം. അപ്പൊ ഇനി ഒരാൾക്ക് അങ്ങനെ മടിയൊന്നുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. അങ്ങനെ ഫർദിനകത്ത് മാത്രം ഒരാളങ്ങ് ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, അയാളങ്ങനെ ആയിക്കോട്ടെ. കാരണം എന്താ? ഫലോ തുസുവിറ എന്ന ഇൻസാനൻ ഫലോ തസവ്വറു എന്ന് ആയിരിക്കും. തസവ്വറു താനെ കളഞ്ഞോണ്ട്, അല്ലെങ്കിൽ ഫലോ തുസുവിറ അന്ന ഇൻസാനൻ ലം യമുല്ല മിനൽ വാജിബാത്തി ഔ മിമ്മാ ഹുവ അഫ്ളലു ലിഅംരി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാസമത്തിഹാ വതറക്കൽ ഉമറുൽ മഫ്ദൂലത്തൽ ജുംലത്തൻ. ഒന്നാകെ മഫ്ദൂലായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഫർളായത് മാത്രം ചെയ്തു. ഫർളായത് മാത്രം ചെയ്യുന്ന 5 നേരം നിസ്കാരം ഫർളായതാണ്.
അതേപ്രകാരം ഭാര്യമാരെ മക്കളെ നോക്കൽ ഫർദായതാണ്. അങ്ങനെയൊക്കെ ഉണ്ട് ചില വിഷയങ്ങൾ. സുന്നത്ത് ഒന്നും അയാൾ ചെയ്യുന്നില്ല. എപ്പോൾ ചെയ്താലും ഫർദ് ചെയ്യുന്നുള്ളൂ. എപ്പോൾ ചെയ്താലും ഫർദ് ചെയ്യുന്ന വേറൊരു കോലമുണ്ട്. സുന്നത്തും ഫർദാവുന്നൊരു കോലമുണ്ട്. ഞാനിപ്പോൾ ലോറിൻ്റെ സുന്നത്തേക്ക് ഇരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ കരുതിയാൽ മതി. എന്ത് ലോറിൻ്റെ സുന്നത്തിനെ ഞാൻ നേർച്ചയാക്കി. അപ്പം നേർച്ചയാക്കുമ്പോൾ ഫർദായി. അപ്പം വേഗം ചെയ്യാൻ കഴിയും. സുന്നത്തില് അലസത പേടിച്ചു മഹാനായ ഇ കെ ഹസൻ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ, ഇ കെ ഹസൻ ഉസ്താദ് സുന്നത്ത് നിസ്കാരം റവാത്തിബുകൾ, എൻ്റെ ജീവിതത്തിലുള്ള റവാത്തിബുകൾ മുഴുക്കാൻ ഞാൻ നേർച്ചയാക്കിയെന്ന്. അപ്പം ഇനി നേർച്ചയാക്കി അത് ഫർദായി. പിന്നെന്തില്ല, പിന്നെ അത് ഒഴിവാക്കില്ല. അവൻ നഫ്സിനെ വിട്ടുകൊടുത്തില്ല. ആലിമീങ്ങൾ അങ്ങനെ, വലിയ ആലിമീങ്ങൾ, മുഖ്ലിസീങ്ങളായ ആലിമീങ്ങൾ അങ്ങനെയാണ്. അതിപ്പോൾ അവർ പറഞ്ഞു നടക്കണമെന്നില്ല. ഏത് ഹസനുസ്താദിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദർസ്. പിന്നെ എവിടെങ്കിലും ഒരു മുജാഹിദ് പ്രസംഗിക്കാൻ വന്നെന്ന് കേട്ടാൽ അന്നേരം തന്നെ പോയി ഏതെങ്കിലും കിട്ടുന്ന വണ്ടിയിൽ കയറി പോയി ആ മുജാഹിദിന് ഉത്തം പ്രസ്ഥാനത്തിന് മറുപടി കൊടുക്കാതെ ഒരു കാരണവശാലും മൂപ്പർക്ക് ഉറക്കം വരില്ല. അങ്ങനത്തെ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ പണ്ഡിതൻ. അവരുടെ ഈ പരക്കം പായ്ച്ചിൽ അഥവാ ഇൽമു കൊണ്ട് ദർസ് കൊണ്ട് ജോലിയായതിന് ശേഷം പാതിരാത്രി എന്തു ചെയ്യും, ഗണ്ണനത്തിന് പോകും. അപ്പൊ ഇങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ എൻ്റെ ഫർദ് നിസ്കാരം വല്ലതും അല്ല സുന്നത്ത് നിസ്കാരം വല്ലതും പോയാലെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു നേർച്ചയാക്കി. അങ്ങനെ ജീവിച്ച ആലിമ്യങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ എന്തോ ചെയ്യുന്ന വെച്ചാൽ എന്തോ അറിയും. നമ്മൾ ചെയ്ത് അങ്ങനെയുള്ള ആലിമ്യങ്ങളെ അല്ലെങ്കിൽ അതുപോലുള്ളവരൊക്കെ നമ്മൾ കുറ്റം പറയൽ ചെയ്തിട്ടുണ്ടാവും. എന്താ ആ മുസ്ലിയാർ അങ്ങനെയെന്ന് ചോദിക്കും, ഈ മുസ്ലിയാർ ഇങ്ങനെയെന്ന് ചോദിക്കും. സ്വന്തം കാര്യം ചെയ്യാൻ ആക്കുന്നില്ല, സമയം കിട്ടുന്നില്ല. ഫസ്തിഷ് ഒഴിയൂബക്ക, നിന്റെ ആയിബിനെ നീ ആദ്യം തഫ്തീഷ് ചെയ്യുമോന് എന്നല്ലേ ഒസാലിമ നമുക്ക് പറഞ്ഞത്. വിദേത്തുകാരനോട് ഭയങ്കര ശത്രുത ഇല്ലേ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിടക്കുമ്പോഴല്ലേ വിദേത്തുകാരൻ സന്ദർശിക്കാൻ വന്ന വിവരറിഞ്ഞപ്പം പറഞ്ഞില്ലേ, ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, ഇന്ന ആള് വരുന്നുണ്ട്, അയാൾ വരുമ്പം അയാൾ സന്ദർശിക്കാൻ പറഞ്ഞത് അങ്ങോട്ട് തിരിഞ്ഞടക്കുകയാണ്, ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞേക്കാം. വിദേഹത്തുകാരനെ കണ്ടൂടായിരുന്നു മഹാനായ ഹസൻ ഉസ്താദ്. അതുകൊണ്ട് മഹാനായ ശൈഖുന ദാരിമി ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്, പാപ്പായെ വിളിക്കുന്നതിനേക്കാൾ എളാപ്പാനെ വിളിച്ചാൽ എളാപ്പ വേഗം വരുമെന്ന്. എന്നുകൊണ്ട് പാപ്പ വരത്തില്ല എന്നല്ല, ഏതെങ്കിലും ഒരു വിഷയങ്ങൾക്ക് ആത്മീയമായൊരു വിഷയം സംഭവിക്കുമ്പം അതിനൊരു സഹായം എന്നോണം വിളിച്ചാൽ പെട്ടെന്ന് വരുന്നത് എളാപ്പാണെന്ന് പറയും, പിന്നെ വാപ്പ വരത്തുള്ളൂ എന്ന് പറയും. അന്ന് എളാപ്പാടെ പവർ ഭയങ്കര പവറായിരുന്നു. ആ പവർ എങ്ങനെ ഉണ്ടായതാ? ആ പവർ ഇൽമു കൊണ്ട് ജോലിയായതിനാലുണ്ടായതാണ്. ഗണ്ണന പ്രസംഗം എന്ത്, മുജാഹിദിനും ജമാഅത്തെ ഇസ്ലാമിക്കും തബ്ലീഗിനും മറുപടി പറയൽ, എത്രങ്ങാണ് മറുപടി പറഞ്ഞത് നമ്മൾ കേട്ടു. അങ്ങനെ ഇവിടുന്ന് കോഴിക്കോട് തിരുവനന്തപുരത്തുനിന്ന് പരിവാരങ്ങളുമായിക്കൊണ്ട് സെക്യൂരിറ്റിയും പോലീസും വാഹനവും എല്ലാം കൂടെ വന്നിട്ട് ആശുപത്രി വന്നു. ആശുപത്രിയുടെ ഈ ഹസൻ ഉസ്താദിനെ ചികിത്സിക്കുന്ന ഡോക്ടർ ഉൾപ്പെടെ മന്ത്രിയും എല്ലാവരും മുകളിൽ ചെന്നപ്പോഴത്തേക്ക് ഉസ്താദ് തിരിഞ്ഞെടുക്കുകയാണ്. ശിഷ്യന്മാരറിഞ്ഞു ഉസ്താദ് അങ്ങോട്ട് തിരിഞ്ഞെടുക്കുകയാണ്, ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല, അതിൻ്റെ ബ്ലഡോ അതിൻ്റെ കയറ്റിയിട്ട് അങ്ങനെ എന്തോ ഒരു ഹിക്മത്ത് പറഞ്ഞിട്ട് അവരെ അങ്ങ് പറഞ്ഞു വിട്ടു. കണ്ടില്ല, ആ വിധത്ത് തന്നെ കണ്ടില്ല. മന്ദിരൊക്കെയാണ് പോലീസും സന്നാഹമായിട്ടൊക്കെ വന്നത്, പക്ഷെ അവനെ കണ്ടില്ല ഈ ഹസൻ ഉസ്താദ്. എന്താ കാരണം? ബിദഅത്തുകാരനോടുള്ള ദേഷ്യം. അതാണ് ഏറ്റവും വലിയ അമലായിട്ട് അവർ കണ്ടത്. അവരേറ്റവും വലിയ കൂടുതൽ അമലായിട്ട് കണ്ടത് ഏതാണ്? ഇൽമിന്റെ പ്രചരണമാണ്. അതുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അല വജ്ഹിൽ ഇഖ്ലാസ് അഫ്ളലു മിൻ സ്വലാത്തിൻ നാഫില. സുന്നത്ത് നിസ്കാരത്തിനേക്കാൾ ഹസൻ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ദുആ നിസ്കരിക്കുന്ന ആളാണ്. ഹസൻ ഉസ്താദിന്റെ അടുത്ത് 10 കൊല്ലം ഓതിയ ആളാണ് എൻ്റെ ഗുരുവര്യർ മഹാനായ കെ അബൂബക്കർ ഉസ്താദ്, അല്ല കെ അബ്ദുറഹ്മാൻ ഉസ്താദ് കൊട്ടപ്പുറം. അല്ലാഹു അവർക്ക് ആഫിയത്തോടുകൂടി ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇത്രത്തോളം സൂക്ഷ്മതയായി ജീവിച്ച ആ മനുഷ്യൻ, അഥവാ ജീവിതത്തിൽ മുഴുക്കയും ഏത് പ്രവർത്തനത്തിലും അഷ്റഫുൽ ഖൽഖി മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അവിടെ ലാഹിരിയായ കാണലല്ല എന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിച്ചു. ലാഹിരിയ കാണുന്നവരും ഉണ്ട്, ബാത്തിനിയ നിലയിൽ കാണുന്നവരുമുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഅ് ആ മതനിയമം അനുസരിച്ചുകൊണ്ട് ജീവിച്ചതിന്റെ കാരണം കൊണ്ട് തന്നെ അവർ മരണമാസന്നമാകുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് മഹാനായ കെ ഉസ്താദ് പല അവസരത്തിലും ഞങ്ങളോട് വിശദീകരിക്കുന്നുണ്ടാവും. മരണമാസന്നമാകുന്ന സന്ദർഭത്തിൽ ഒന്നുകൂടി മരിക്കുക സുന്നത്താണ്. ആ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ കണ്ണ് തുറന്നിട്ട് ഇഷാറ നിലയിൽ കൈയെടുത്ത് കാണിക്കുന്നു, എനിക്ക് വദൂ ചെയ്യണം, പറയാൻ പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത്, വദൂ ചെയ്യണം. അങ്ങനെ അവിടുത്തെ ശിഷ്യനാകുന്ന ഉസ്താദും അവിടുത്തെ ഭാര്യയാകുന്ന അവരും കൂടിയിട്ട് ബാത്റൂമിനടുക്കൽ കൊണ്ടുപോയി വദൂ ചെയ്ത് ആ പരിപൂർണമായ വദൂവോടുകൂടി വന്നു കിടന്നു മരിച്ചു. അപ്പൊ ആ ഒരു നില മഹാനായ ഹസൻ ഉസ്താദിന് കിട്ടിയത് അവിടുത്തെ സുന്നത്ത് ജമാഅത്തിനോടുള്ള അത്യാർത്തി, സുന്നത്ത് ജമാഅത്തിനോടുള്ള ആ തീരുമാനം, കണിശത, ദീനിയായ മതനിയമങ്ങൾ, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്താണ് ഇവിടെ ദീൻ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഈ ദീൻ പരിശുദ്ധ സുന്നത്ത് ജമാഅത്താണ്. അതിന്റെ പ്രചാരകരായി, അതിന്റെ പ്രവർത്തകരായി, അതിനു വേണ്ടി മണ്ടിപ്പാഞ്ഞു നടന്ന മഹാനവറുകൾ സുബ്ഹാനല്ലാഹ് എത്രങ്ങാനമാണ് പറയാനുള്ളത്. ജീവിതത്തിൽ എന്നും കൊട്ടപ്പുറം ദർസ് കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് നിന്ന് ദർസ് കഴിഞ്ഞ് എന്നും വൈകുന്നേരം അങ്ങാടിയിൽ വന്ന് അരിയും വാങ്ങി പോകുന്ന ഈ കെ ഹസൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് ഇത് എന്നും ഇങ്ങനെ വാങ്ങുന്ന എന്തിനാണ്? ഒരു ചാക്ക് അരി അങ്ങ് എടുത്ത് വെച്ചുകൂടെ വീട്ടില്? എന്നും ഇതേ കണക്ക് ഇറങ്ങി വാങ്ങിക്കൊണ്ട് പോകണമോ? അവിടുന്ന് പറഞ്ഞ മറുപടി, നാളെ ജീവിച്ചിരിക്കുമെന്ന് എന്നോട് ആരാടാ പറഞ്ഞത്? ഇത്രത്തോളം ജീവിതത്തിൽ കർക്കശ സ്വഭാവവും എല്ലാമുള്ള മഹാനവറുകൾ അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റുകൊടുക്കുമാറാകട്ടെ. ഞാൻ മനസ്സിലാക്കണം. അങ്ങനെ അപ്പൊ അതായിരുന്നു, അങ്ങനെ ആ ഫർള് കൊണ്ടും എല്ലാം ജോലിയായി വലിയ മഹാനവറുകൾ. പക്ഷേ അങ്ങനാണ് എങ്കിൽ ആയിക്കോട്ടെ. മഹാനമായ ഷെഹറാനിമ പറയുന്നത് അങ്ങനെ ഒരാള് ഫർള് മാത്രം ആയിക്കോട്ടെ, ഫർദിൽ ആയിക്കോട്ടെ. കാരണം എന്താ? അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുന്നത്തുകൾ കൊണ്ടല്ല. അള്ളാഹുവിലേക്ക് മാ തഖറബൽ മുതഖദ്ദിബൂന ഇലല്ലാഹി തആല ബിമിസ്ലി അദാഇ മഫ്തറന അലൈഹിം. അവരുടെ മേൽ അള്ളാഹു ഫർളാക്കിയതുപോലത്തത്, ഫർളാക്കിയ ഒന്നിനെ വീട്ടുന്നത് പോലത്തെ ഒന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നവർ അടുക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് ഏതാണ്? ഫർള് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ അടുക്കൽ. സുന്നത്ത് കൊണ്ട് അടുക്കുന്നില്ല എന്നും ആദാലാബദി ബിന്നവാഫലിയ ഖുർബു എന്ന ഇമാം അദിക്കിയിൽ പറഞ്ഞതിനെതിരല്ല ഈ പറയുന്നത്. ഫർള് കൊണ്ടാണ് അടുക്കുന്നതെങ്കിൽ ആയിക്കോട്ടെ. കാരണം ഫർളും സുന്നത്തും നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള ഫർളിനാണ്. അതുകൊണ്ട് നമ്മുടെ സുന്നത്ത് അമലുകൾ നമ്മൾ ഫർളാക്കണം. എങ്ങനെ ഫർളാക്കണം? യാസീനോദൽ സുന്നത്താണ്. ഞാൻ മുസാബ് എടുത്തു വെക്കുന്നു, ഒരു യാസീനോദ ഞാൻ നേർച്ചയാക്കി, അപ്പൊ അത് ഫർളായി. അപ്പൊ എന്റെ ജീവിതത്തിൽ മുഴുക്കയും ഫർള് എന്താ? അപ്പൊ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ ദിക്റ് എല്ലാം സംഭവമാണ്. ഖാദിരിയ റാത്തീബ് ചൊല്ലിയാണ്, അല്ലെങ്കിൽ ആഴ്ച തോറുമുള്ള ഉസ്താദിന്റെ ദിക്റ് ചൊല്ലുകയാണ്. ആദ്യം തന്നെ അങ്ങ് നേർച്ചയാക്കണം. എന്ത്? ഖാദിരിയ റാത്തീബ് ഞാൻ നേർച്ചയാക്കി ഓതുന്നു. പിന്നെ അതിന്റെ ഇടയിൽ ഇരുന്ന് കുണുകുണു ഇരുന്ന് ഉറക്കമൊന്നും പറ്റില്ല. അതുകൂടെ അങ്ങ് പറഞ്ഞേക്കാം. അത് അമൽ ചെയ്യുന്നതിന്റെ വലായിഫയും അതിന്റെ മര്യാദയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ, ഇല്ലല്ലാ ഇല്ലല്ലാ ഇല്ലല്ലാ, അല്ലാ അല്ലാ, ഓ അല്ലാ അല്ലാ, ഇങ്ങനൊന്നും അല്ല അതിൻ്റെത്. നേർച്ചയാക്കുമ്പോൾ പിന്നെ അത് ഫർളായി. ആ ഫർളിനെ വീടുന്നത് വളരെ ശ്രദ്ധാപൂർവമായി കൊണ്ടാകണം. അതുകൊണ്ട് നാം മനസ്സിലാക്കണം. അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഹസൻ ഉസ്താദിനെ പോലെ നമുക്ക് ഈമാനില്ല. നിൽക്കുമ്പോഴെങ്കിലും ദുഹറിന്റെ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴന്നേരം അങ്ങ് നേർച്ചയാക്കണം. ദുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിനെ നേർച്ചയാക്കി ഞാൻ നിസ്കരിക്കുന്നു. അപ്പൊ ഉസല്ലി സുന്നത്തുൽ ദുഹരി അൽ ഖബ്ലിയ വേണ്ട, നേർച്ചയാക്കിയ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തെ ഞാൻ നിസ്കരിക്കുന്നു. അപ്പൊ എന്തായി? നമ്മൾ സുന്നത്ത് ഫർളായി. അപ്പൊ ഫർള് കൊണ്ട് അടുക്കലായി. ഫർള് കൊണ്ട് അടുക്കുന്നതിനേക്കാൾ വേറൊന്നും കൊണ്ട് അടുക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ഇമാം ഷഹറാനി പറയുകയും ചെയ്തു. അപ്പൊ നമ്മൾ ദർസെടുക്കാൻ വേണ്ടി ഇരിക്കുക, രാവിലെ ദർസെടുക്കാൻ. ഞാൻ ഇന്ന് ദർസെടുക്കാൻ എന്ത് ചെയ്തു? ഞാൻ നേർച്ചയാക്കി. അൽഹംദുലില്ലാഹ്. അപ്പൊ എന്തായി?
പിന്നെ അവിടെ പിന്നെ ശമ്പളവും കിമ്പളവും ചിന്തിക്കാൻ പാടില്ല. അതുകൂടെ പറഞ്ഞേക്കാം. ഇത് അള്ളാഹുവിന്റെ വജുവിന് വേണ്ടിയാകണം. മുദരിസ്മാർ കേൾക്കുന്നെങ്കിൽ ഞാൻ എന്റെ ചെറിയ അറിവ് കൊണ്ട് പറയുന്നതാണ്. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും ഈ തമാശകൾ വിടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടണം. അതും കൂടെ ഞാനങ്ങ് പറയുന്നതിന്റെ ഇടയിൽ. അപ്പോൾ വലാകിൻ ലമ്മാ കാന യസ്ലഹും മിനൽ മലലി ഫിൽ വാജിബാത്തി ഹത്താ ലാ യബ്ഖാ ഫീ നഫ്സിൽ ആമിൽ ദാഇയത്തുൻ വലാ ഖുശൂഉൻ വലാ ലദ്ദത്തുൻ ബിതിൽകൽ ഇബാദാത്തി കാന ലബലുൽ മഫ്ദൂൽ അല്ലദീ ലഹു ഫീ ദാഇയത്തുൻ വലദ്ദത്തുൻ വഖുശൂഉൻ അത്തമ്മവാക്കും. അപ്പോൾ ഈ വാജിബാത്തുകളിൽ മലലുണ്ടാകുന്ന സന്ദർഭത്തിൽ എന്തായി? ഹത്താ ലാ യബ്ഖാ ഫീ നഫ്സിൽ ആമിൽ ദാഇയത്തുൻ വലാ ഖുശൂഉൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഖുശൂഅോ ഭയഭക്തിയോ അതേ പ്രകാരം തന്നെ ആ ഇബാദത്തിൽ ഒരു ലദ്ദത്തോ കാണാതിരിക്കുമ്പോൾ വേറെ ഒരു മഫ്ദൂലിലേക്ക്, ഇതിനേക്കാൾ താണതിലേക്ക് പോകൽ, ഖുശൂഉം ഖുദൂഉം കിട്ടുന്നെങ്കിൽ അതിലേക്ക് പോകലാണ് അവന് ഇപ്പോൾ ഈ ഫർദ് കൊണ്ട് ജോലിയാകുന്നതിനേക്കാൾ നല്ലത് എന്ന്. ഹലോ, സലാം. മഹാന്മാരുടെ മദ്ഹുകളാ പറയുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഖദ് കാന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു യഖ്സിമുൽ ലൈല ثلاثة أجزاء جزءا ينام فيه وجزءا يطالع الحديث ويستنبط وجزءا يتهجد فيه وكان يقول لولا مذاكرة الإخوان في العلم والتهجد في الليل ما أحببت البقاء في هذه الدار. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ രാവിനെ മൂന്നായിട്ട് ഓഹരിക്കാറുണ്ട്. പകൽ മുഴുവൻ ഇൽമ കൊണ്ട് ജോലിയാകാനായിരിക്കും. രാത്രി കാര്യം പറഞ്ഞാൽ മതിയല്ലോ. മനുഷ്യന്മാര് സലാസത്ത് അജ്സാഇൻ ജുസ്അൻ യനാമു ഫീഹി, ഒരു ഭാഗം ഉറങ്ങും, വജുസ്അൻ മറ്റൊരു ഭാഗം എന്ത് ചെയ്യും? യുതാലിഉൽ ഹദീസ, കിതാബുകൾ, ഹദീസിന്റെ കിതാബുകൾ മുതാലഅ ചെയ്യും, നോക്കി മനസ്സിലാക്കും. യസ്തംബിത്തു, അതിൽ നിന്നും അഹ്കാമുകളെ എന്ത് ചെയ്യും? പുറപ്പെടുവിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ, അവിടുത്തെ മഖാം ഒരുപാട് ഉയർത്തട്ടെ. അല്ലാഹ് അവിടുത്തെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ഇൽമിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ. വജുസ്അൻ യതഹജ്ജദു ഫീഹി, മറ്റൊരു സമയം നിസ്കരിക്കുകയും ചെയ്യും ഓരോ രാത്രിയിൽ. വകാന യഖൂലു, എന്നിട്ട് പറയാറുണ്ട്, ലൗലാ മുദാക്കറത്തുൽ ഇഖ്വാനി ഫിൽ ഇൽമി, ഇൽമിൽ സഹോദരന്മാരുമായി കൊണ്ടുള്ള ചർച്ചാ വിഷയങ്ങൾ ഉണ്ടായില്ലായിരുന്നെങ്കിൽ, രാത്രിയിൽ തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നതും ഉണ്ടായില്ലായിരുന്നെങ്കിൽ, ഞാൻ ഈ ദുനിയാവിൽ ബഖായിനെ ഉദ്ദേശിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. മാ ഹബബത്തുൽ ബഖാ ഫീ ഹാദിഹി ദാർ, ഈ ദുനിയാവിൽ ഞാൻ ബാക്കിയാകലിനെ, ശിഷ്ടമായ ജീവിതം ജീവിക്കലിനെ ഞാൻ ഇഷ്ടം വെക്കുന്നില്ല. പക്ഷേ ഇൽമിനെ മുദാക്കറത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ഭയങ്കരമായ ഒരു അമലാണ്. രാത്രി 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്, അതും ഭയങ്കരമായ അമലാണ്. ഫഇലിമ അന്നഹു ലാ യൻബഗി ലിത്വാലിബിൽ ഇൽമി അൻ യകുബ അലാ മുത്വാലഅത്തിൽ ഇൽമി ലൈലൻ വനഹാറൻ ഇല്ലാ ഇദാ സലഹത്തുൻ നിയ്യത്തു ഫീഹി. അതുകൊണ്ട് തന്നെ ഇൽമിനെ തേടുന്ന ഒരു മനുഷ്യൻ അത്യന്താപേക്ഷിതമാണ്. ഞാൻ പറയട്ടെ, അവൻ അത്യന്താപേക്ഷിതമല്ല. അവൻ എപ്പോഴും ലൈലൻ വനഹാറൻ, ഇൽമി രാത്രിയിലും പകലിലും കിതാബുകൾ കൊണ്ട് മുത്താലഅ ചെയ്ത് അതിനകത്ത് തന്നെ അങ്ങ് കമിഴ്ന്ന് കിടക്കല്. പക്ഷേ എപ്പോഴൊഴിച്ച് ഇല്ലാ ഇദാ സലഹത്തുൻ നിയ്യത്തു ഫീഹി, അതിൽ അവന് നിയ്യത്ത് നന്നായാലൊഴിച്ച്. എന്താ നിയ്യത്ത്? എന്താണ് നീയത്ത്? പടച്ചോനെ, ഞാൻ ഇൽമു മുത്താല ചെയ്യുന്നത് നസ്റുൽ ഇൽമിന് വേണ്ടിയിട്ടാണ്, ഇൽമു ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ ഇഖ്ലാസോടുകൂടെയുള്ള അവന് നീയത്തുണ്ടെങ്കിൽ അവന് രാവും പകലും ഉറക്കമില്ലാതെയും അതേ പ്രകാരം തന്നെ രാവിലും പകലിലും അവൻ എപ്പോഴും ഇൽമു കൊണ്ട് ജോലിയാകാൻ പറ്റുന്നതാണ്. വലം യകുൻ അഹദുൻ മഖാമഹു ഫീ ബലദിഹി വ ഇഖ്ലിമിഹി, അല്ലെങ്കിൽ എന്നെ പോലുള്ള ആലിമീങ്ങൾ ഇവിടെയുണ്ട്, ഞാൻ തന്നെ ഇൽമു പറഞ്ഞു കൊടുക്കണമെന്നില്ല, വേറെ ആലിമീങ്ങളും പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ടായില്ല എങ്കിലും, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു അല്പം നിനക്ക് എന്ത് ചെയ്യാം? ഉറങ്ങിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫഇൻ ദഖല നിയ്യത്തുഹു ഹുബ്ബു റിയാസത്തിൻ ഔ തലബു ദുനിയ ഔ ഖാമ അഹദുൻ മഖാമഹു ഫീ നസ്റിൽ ഇൽമി ഫലിസ്തിഗാൽ ബികുല്ലി മാ സലഹതു ഫീഹി നിയ്യത്തു മിന തആത്തി ഔലാ. അവൻ്റെതായ നീയത്തിൽ എനിക്ക് നേതൃസ്ഥാനത്തെത്തണം, മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തണം എന്നുള്ളൊരു സ്നേഹം അവൻ്റെ നീയത്തിൽ കലർന്നു പോയാൽ, അല്ലെങ്കിൽ ദുനിയാവ് കിട്ടണമെന്നൊരു നീയത്ത് കലർന്നു പോയാൽ, അല്ലെങ്കിൽ ഈ ഇൽമിനെ പരത്തി കൊടുക്കുന്നതിൽ എൻ്റെ സ്ഥാനത്ത് മറ്റൊരാൾ നിൽക്കുമെന്നുണ്ടെങ്കിൽ നീയത്ത് ഏതെല്ലാം നന്നാകുന്നോ ആ ഒന്നുകൊണ്ടെല്ലാം ജോലിയാകൽ മിനത്വാഅത്തി തആത്തിനാൽ ഔലയാണ്. കണ്ടില്ലേ മഹാനായ ഖമറുൽ ഉലമ
ഇന്നിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വരാൻ പോവുകയാണ്, ദമാമിലേക്ക് വരാൻ പോവുകയാണ്. അള്ളാഹു അവർക്ക് ആഫിയത്തോട് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. മഹാനായ തഖിയുദ്ദീൻ മുഹമ്മദ് ദാരിമി റഹ്മഹുല്ല അവർ ഇൽമു നശ്ർ ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ ഇൽമു നശ്ർ ചെയ്യാൻ ഇവിടെ ആലിമീങ്ങളുണ്ട്. അതുകൊണ്ട് വേറൊരു രീതിയിൽ മുഅ്മിനീങ്ങളെ സഹായിക്കാൻ വേണ്ടി മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഉറുദു പറഞ്ഞു കൊടുക്കലും വഅദ് പറഞ്ഞു കൊടുക്കലും നാട്ടിൻ പുറങ്ങളിൽ ദിക്ർ ഹൽഖ നടത്തലും മൗലിദിന്റെ സദസ്സുകൾ ഉണ്ടാക്കലും അങ്ങനെ ഒരു ശുഗൽ കൊണ്ട് അവർ ജോലിയായി. അതുകൊണ്ട് അവർ ആലിം അല്ല എന്നതിനർത്ഥമില്ല. ഇൽമു കൊണ്ട് ജോലിയാകാൻ ഇതെല്ലാം മുത്താല ചെയ്ത് മനസ്സിലാക്കിയത് കൊണ്ടാണ് മറ്റൊരു മാർഗത്തിലേക്ക് മഹാനവറുകൾ തിരിഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. മഹാനവറുകളെ മറ്റാരും മനസ്സിലാക്കണ്ട എന്നും വിചാരിച്ചിട്ടുണ്ടാകാം. തൽസമാത്ത് ഒരു മുത്തൽസിം, ഒരു മന്ത്രവാദി മൈലിയാരെന്ന് മാത്രം മനസ്സിലാക്കിക്കൊള്ളട്ടെ ആൾക്കാർ. അങ്ങനെ തിരിഞ്ഞവരുമുണ്ട്. അത് വലിയ വലിയ മഹാന്മാർ അങ്ങനെയൊക്കെല്ലാം ഉണ്ടായിരുന്നു. പട്ടാളം ഉസ്താദ് കച്ചവടക്കാരനായി തിരിഞ്ഞു പോയിട്ടുണ്ട്. മുറുക്കാൻ കച്ചവടവും വീട് തീർത്ത് കച്ചവടവുമായി കൊണ്ട് തിരിഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? മറ്റുള്ള ജനങ്ങൾ അറിയണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അത് ജനങ്ങളെ തൊട്ട് ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടുക എന്നാണ് പറയുക. അതിന് പച്ച മലയാളം പറഞ്ഞാൽ എന്നെപ്പറ്റി ആരും മനസ്സിലാക്കണ്ട, എന്നെപ്പറ്റി മനസ്സിലാക്കൽ കച്ചവടക്കാരെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാകാം. ഇനിയും മഹാനവറുകൾ പറയുന്നു, നിർത്തുന്നില്ല. വസയത്തി ഫിൽ ഉഹുദി, ഉടമ്പടികളിൽ ഇനിയും വരുന്നുണ്ട്. ഖരീബൻ അന്നമിൻ ജുംലത്തിൽ അമലിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ബിൽഇൽമി, ഇൽമു കൊണ്ട് അമൽ ചെയ്യുന്നതിന്റെ വർഗത്തിൽപ്പെട്ടതാണ്, ആ വിഭാഗത്തിൽപ്പെട്ടതാണ് തൗബത്തുൽ അബ്ദി, ഒരു അബ്ദ് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങലും വസ്തിഗ്ഫാറുഹു, അവൻ പാപത്തെ വർക്കലിനെ ചോദിക്കലും, ഇദാ വഖഅ ഫീ മഅസിയത്തിൻ, വല്ല പാപങ്ങളിലും സംഭവിച്ചു പോയാൽ ഫഇന്നഹു, കാരണം ലൗലൽ ഇൽമു, ഇൽമുണ്ടായില്ലായിരുന്നുവെങ്കിൽ മാ അറഫ, അവൻ അറിയാൻ പറ്റുകയില്ല അന്നക മഅസിയത്തിൻ, ഇത് പാപമാണെന്നും, വലാ തബ മിൻഹാ, അതിനെ തൊട്ടവൻ തൗബയും ചെയ്യുകയില്ല. ഞാൻ ചെയ്യുന്നത് പാപമാണെന്നറിയണമെങ്കിൽ ഇൽമു വേണം. അങ്ങനെ ഇൽമുണ്ടാകുമ്പോൾ അവൻ തൗബ ചെയ്യും, അവൻ ഇസ്തിഗ്ഫാർ ചെയ്യും. വഖദ് ഖാല ദാവൂദ് തായി റഹ്മഹുല്ലാഹു തആല, ത്വാലിബുൽ ഇൽമി കൽ മുഹാരിബി ഫഇദാ അഫ്നാ ഉംറഹു ഫീ തഅലീമി കൈഫിയത്തുൽ ഖിതാലി ഫമത്താ യുഖാതിലു. ഇൽമു കൊണ്ട് ജോലിയാകുന്നവർ തന്നെ ഇൽമു കൊണ്ട് പ്രവർത്തിക്കണം. ഇൽമു എല്ലാ ദിവസവും, എല്ലാ കൊല്ലവും 365 ദിവസവും ഇൽമു കൊണ്ട് അങ്ങ് ജോലിയായി, ഇൽമു കൊണ്ട് ജോലിയായി. അതേ പ്രകാരം യുദ്ധം പഠിക്കുന്ന ആള് യുദ്ധം കൊണ്ട് ജോലിയായി. യുദ്ധം പഠിക്കൽ മാത്രമായാലും അമലില്ല. ഇവനെ എപ്പോഴാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്? അപ്പൊ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും എന്തുവേണം? അമലും വേണം. അത് വേണം. നിസ്കരിക്കണം, ഫർദ് നിസ്കരിക്കണം. അത് പഠിച്ചോണ്ടിരുന്നിട്ടോ അതിന് ഫർദ് നിസ്കരിക്കണ്ടേ? അത് വേണം. അതാ മഹാനായ ദാവൂദ് തായി പറയുന്നത്. അല്ലാതെ പിന്നെ എന്തുണ്ട? ഇൽമ് കളഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട? പാടാ ഇല്ലയോടാ, എന്തോടാ ജോലി വരുമെന്നിന്. ഇൽമ് കളഞ്ഞിട്ട് അമലെന്നും പറഞ്ഞ് നടക്കണ്ട. ഇൽമാണ് ഏറ്റവും. ആ ഇൽമ ഒരു അമലാണ്. അത് ഓരോരുത്തരുടെ നിയത്തനുസരിച്ചാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് എടുക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഖമറുൽ വരുന്നുണ്ട്. അല്ലാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. എല്ലാ പ്രവർത്തകരും അതിലേക്ക് പോകണം. എല്ലാവരും നമ്മുടെ സദസ്സ് നമ്മൾ വലുതാക്കി കൊടുക്കണം. വേറെ ഒന്നും അതിനകത്ത് ചിന്തിക്കണ്ട. എല്ലാവരും അല്ലാഹു ഈ കാലഘട്ടത്തിൽ ഒരു വലിയൊരു ആലിമെന്ന് പറയാൻ നമുക്ക് നമ്മുടെ മുന്നിൽ എടുത്തു കാണിക്കാൻ മഹാനായ ഖമറുൽ ഉലമയുള്ളൂ. അല്ലാഹു അതേപോലെയുള്ള ആലിമീങ്ങളുള്ള അല്ലാഹു അവർക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. ദീനിന്റെ പ്രചരണാർത്ഥമാണ് അവിടെ എല്ലാം കറങ്ങുന്നത്. സുന്നത്തി ജമാഅത്ത് പറയാൻ ഇപ്പൊ ഒരു വലിയൊരു സുന്നത്തി ജമാഅത്തിന്റെ ആലിമിനെ, എത്രയോ സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങളെ തൂക്കിക്കൊല്ലപ്പെട്ട രാജ്യമാണ് സൗദി അറേബ്യ. നമുക്ക് ചരിത്രങ്ങൾ അറിയാം.